എൻ്റെ തൂലിക ജീവിതത്തിലേക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രം സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുമായി പങ്കിട്ട വീഡിയോ, അതായത് വയസ്സുകാലവും മരണഭീതിയും എന്ന ശീർഷകത്തിൽ നിങ്ങളുമായി പങ്കിട്ട വീഡിയോ, അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഗ്ലോബ്സ്കേപ്പ് എന്ന പേരിൽ മാത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഗ്ലോബ്സ്കേപ്പ് അദ്ദേഹത്തിൻ്റെ പേരല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ആ ഒരു ഇംപേഴ്സണലായിട്ടുള്ള നാമത്തിൻ്റെ പുറകിലൊരു പേഴ്സണുണ്ട് എന്ന് തീർച്ചയാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് നടത്തിയ ഒരു അഭ്യർത്ഥന, അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുവാൻ, ഒരു പക്ഷേ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് കമൻറ്റ്സ് കോളത്തിൽ: Can you please make a video on your writing habits? How do you write? When do you write? What to avoid while writing? etc. etc. എൻ്റെ സർഗാത്മക ജീവിതത്തെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാമോ? ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? എപ്പോഴാണ് എഴുതുന്നത്? ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മറ്റും ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇങ്ങനെ ഒരു അഭ്യർത്ഥന ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കാലത്ത് വളരെ വളരെ അപൂർവമായി മാത്രമേ ആളുകൾക്ക് ഇപ്രകാരമുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ആ സാഹചര്യത്തിൽ ഇത്ര സാംസ്കാരികവും സർഗാത്മകവുമായ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി താല്പര്യമുള്ളവർ പൊതുവായി പറഞ്ഞാൽ കുറവാണ്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നൊരു കാര്യം, എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏവരും ഇതുപോലെയുള്ള താല്പര്യങ്ങളുള്ളവർ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിൽ കലഹമുണ്ടാക്കാനായി ഇടർച്ച വരുത്തുന്നതിന് വേണ്ടി നുഴഞ്ഞു കയറിയ വിരലിലെണ്ണാൻ മാത്രം പര്യാപ്തമായ ചില വ്യക്തികളുണ്ട്. അവരാരാണെന്ന് അവരുടെ പ്രതികരണങ്ങളിലൂടെ നിങ്ങൾക്കറിയാം. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർ എല്ലായിടത്തുമുണ്ട്, നമ്മുടെ ഇടയിലും പ്രതീക്ഷിക്കണം. അവർ സ്വമേധയായി വരുന്നവരല്ല. അവരെ ഇപ്രകാരമുള്ളൊരു ദൗത്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടുന്നതാണ്. അതുകൊണ്ട് അവർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു, നാം നമ്മുടെ വഴിയെ പോകുന്നു. നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യത്തെ പിന്തുടരുവാൻ വിശ്വസ്തയോടുകൂടെ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ബഹുമാനത്തിലും അന്ത്യം വരെയും നമുക്ക് നിലനിൽപ്പാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സുഹൃത്ത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അറിയില്ല. ഗ്ലോബ്സ്കോപ്പ് എന്നൊക്കെ പറയണമെങ്കിൽ പുരുഷനായിരിക്കണം എന്നാണ് ഭാഷയുമായുള്ള എൻ്റെ ബന്ധത്തിൽ. ഭാഷയ്ക്കൊരു സൈക്കോളജി ഉണ്ട്, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിവിടെ പ്രശ്നമല്ല, ജെൻഡർ ഒരു പ്രശ്നമല്ല, ലിംഗം ഒരു പ്രശ്നമല്ല. എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത്, ഞാൻ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിടത്തോളം സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, എഴുത്ത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ സർഗാത്മകതയുടെ പ്രതിഭാസമാണ് എന്ന് നിങ്ങൾക്കറിയാം. റൈറ്റിംഗ് ഈസ് എ ഫോം ഓഫ് ക്രിയേറ്റിവിറ്റി. സർഗാത്മകതയില്ലാത്തൊരു വ്യക്തിക്ക് എഴുതുവാൻ അല്ലെങ്കിൽ എഴുതപ്പെടുകയും പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വാക്കുകളിൽ കൂടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം കൈമാറുവാൻ സാധ്യമല്ല എന്നത് ആദ്യമേ നാം ധരിക്കുകയും, ഇത് പൊതുവെ ഏതാണ്ട് ബോധ്യമുള്ള കാര്യമാണ്. എന്നാലും വ്യക്തമായി നമ്മുടെ യാത്ര തുടരേണ്ടതിന് ഞാൻ ഇങ്ങനെയുള്ള അടിസ്ഥാന മർമ്മങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുമ്പോൾ
ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സർഗാത്മകതയുടെ രഹസ്യം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ്? ഈ ഒരു വിഷയം മാത്രം ഉൾക്കൊള്ളിക്കുവാനേ ഈ വീഡിയോയിൽ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി ഇനിയും 1-2 വീഡിയോകൾ കൂടെ ചെയ്യേണ്ടി വരും. നിങ്ങളതിൽ സഹകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ മലയാളത്തിൽ പറയുന്നത്, എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ ഇംഗ്ലീഷ് വീഡിയോകൾ അധികം ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഇത് എത്ര പേർ കാണുന്നുവെന്നതിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എത്ര പേർക്ക് അനുഭവവേദ്യമാകുന്നു, പ്രയോജനപ്പെടുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഗണന തന്നെയാണ്. മലയാളികൾക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. അതുകൊണ്ട് എന്നാൽ മലയാളം അറിയാൻ വയ്യാത്ത ആളുകൾക്ക്, മലയാളം അറിയാവുന്ന ആളുകൾക്ക് ചിലർക്ക് ഇംഗ്ലീഷ് അത്ര വശവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പൊതുവായ ഭാഷ മലയാളമായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ ഈ ഒരു കൃത്യം നിർവഹിക്കുകയാണ്. അപ്പോൾ സർഗാത്മകതയുടെ ആത്മീയത എന്താണ്? എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം, ഞാനൊരു വിശ്വാസ പ്രമാണം എഴുതിയാൽ, ഒരു ക്രീഡ് എഴുതിയാൽ അതിൽ നിശ്ചയമായും ഉൾക്കൊള്ളിക്കുന്ന ഒരു ആശയമാണ് സർഗാത്മകത ആത്മീയതയാണ്, അല്ലെങ്കിൽ ആത്മീയത സർഗാത്മകതയിൽ കൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. അത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയത് യേശുവിനെ ശ്രദ്ധിച്ചതിൽ കൂടെയാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏത് ഭാഗം നിങ്ങൾ നോക്കിയാലും അതിൽ മുഴുവനും സർഗാത്മകത നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ സർഗാത്മകതയുടെ ഒരു പ്രത്യേകമായ വളരെ ശ്രദ്ധേയമായ ഭാഗമാണ് യേശു എന്ത് സ്പർശിച്ചാലും എന്ത് കൈകാര്യം ചെയ്താലും അത് രൂപാന്തരപ്പെടുന്നു എന്നുള്ളത്. ഇപ്പം യഹൂദന്മാരുടെ ആചാരങ്ങൾ യേശു ഒന്ന് സ്പർശിച്ചാൽ അതിന് മാറ്റം വരും. യഹൂദന്മാരുടെ ചിന്താ രീതികൾ, അവരുടെ ആശയങ്ങളെ യേശു സ്പർശിച്ചാൽ അവയ്ക്ക് മാറ്റം വരും. വ്യക്തികളെ യേശു ഒന്ന് സ്പർശിച്ചാൽ അവർക്ക് രോഗശാന്തി വരും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാര്യമായ രൂപാന്തരം സംഭവിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി ഒഴുകും. അങ്ങനെയാണ് ശിമോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും മീൻ പിടിച്ച് നടന്നവർ. മനുഷ്യരെ പിടിക്കുന്നവരാകത്ത കൂടെ ഉയർത്തപ്പെടണമെങ്കിൽ അവരെ അങ്ങനെ വിളിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ആ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. കാരണം ഇത് ആത്മീയതയുടെ കാതലായ ഭാഗമാണ്. പക്ഷേ നാം പരമ്പരാഗതമായി ആചാരങ്ങളിൽ മാത്രം ഒതുക്കി വച്ച് അനുഷ്ഠിച്ചു വരുന്ന ഈ മതപരമായ അനുഭവത്തിൽ ഈ സർഗാത്മകത അല്പം പോലും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, ഉണ്ടാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുണ്ട്. കാരണം എല്ലാറ്റിനെയും അതുപോലെ വിറങ്ങലിപ്പിച്ച് വെച്ച് അതുപോലെ തന്നെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഒരുത്തർക്കും സർഗാത്മകത പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, സർഗാത്മകതയെ ഒരു വലിയ ശത്രുവായിട്ട് മാത്രമേ അങ്ങനെയുള്ളവർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യഹൂദ മതത്തിൻ്റെ സംരക്ഷകരായ ആളുകൾ സർഗാത്മകതയുടെ വെളിച്ചമായിരുന്ന യേശുവിനെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കാണുകയും എത്രയും പെട്ടെന്ന് ആ നല്ല ജീവിതം ഇല്ലാതാക്കുവാൻ ഗൂഢാലോചന നടത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ദയവായി എന്നോട് സഹകരിച്ച് യാത്ര ചെയ്യണം. എന്താണ് സർഗാത്മകതയുടെ ആത്മീയത, അല്ലെങ്കിൽ സർഗാത്മകതയിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയമായ പൊരുൾ? ഇത് ഞാൻ യേശുവിൻ്റെ വാക്കുകളെ മാത്രം ആശ്രയിച്ച് അവതരിപ്പിക്കാൻ പോകുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഇത് സാഹിത്യപരമായും ഫിലോസോഫിക്കലായും അവതരിപ്പിക്കാൻ സാധ്യമാണ് എന്ന് ഞാൻ സമയത്ത് ഒന്ന് വിനയമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ. പക്ഷേ ഞാൻ ആ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങിയാൽ എന്നെ ശ്രവിക്കുന്ന പലർക്കും അത് ഭാരമായി തോന്നും. എന്നതുകൊണ്ട് മനഃപൂർവ്വമായി ഞാൻ ആ ദാർശനികതയുടെയും സാഹിത്യത്തിൻ്റെയും വഴി അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് യേശു പറഞ്ഞ വാക്കുകൾ മാത്രം, അതിൽ ദാർശനികതയും സർഗാത്മകതയും സാഹിത്യവും എല്ലാം ഉണ്ട് എന്നതുകൊണ്ട് അത് പര്യാപ്തമാണ്. നമുക്കേവർക്കും പരിചയമുള്ള, നാം ഏവരും മനഃപ്പാഠം പഠിക്കേണ്ട മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. ആ അധ്യായത്തിൽ 3 ഉപമകളാണുള്ളത് എന്ന് നമുക്കറിയാം.
10 കന്യകമാരുടെ ഉപമ. രണ്ടാമത് താലന്തുകളുടെ ഉപമ. മൂന്നാമത് ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമ. ഈ ഒരു ഓർഡറിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ. 10 കന്യകമാരുടെ ഉപമ, രണ്ടാമത് താലന്തുകളുടെ ഉപമ, മൂന്നാമത് ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമ. ഇത് വളരെ വ്യക്തമായി നമുക്ക് ധരിച്ച് മുൻപോട്ട് പോകാം. നിങ്ങളപ്പോൾ എന്നോട് ചോദിക്കും, ഇതിലെവിടെയാണ് സർഗാത്മകതയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? സർഗാത്മകത എന്നൊരു വാക്ക് എവിടെയെങ്കിലും മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമാകുകയില്ല എന്ന് നിങ്ങൾ പറയും. ശരിയാണ്, ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം ആ വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നത് തന്നെ മനസ്സിലാക്കുക. ഇതിൻ്റെ ആമുഖമായി ഞാനൊരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ പോകുകയാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായതുകൊണ്ട് തന്നെ. യേശു തന്നെ പറ്റി പറഞ്ഞത്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യം. നമുക്കത് മനഃപ്പാഠം അറിയാവുന്നതാണ്. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അത് പറയുമ്പോൾ അയ്യോ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്നൊന്നും അല്ല യേശു പറയുന്നത്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ആത്മീയതയുടെ ജീവശ്വാസമായ സർഗാത്മകതയുള്ളൊരു വ്യക്തിക്ക് തല ചായ്ക്കാനിട ആവശ്യമില്ല. ഈ ഭൂമിയുടെ, ഈ ലോകം നൽകുന്ന ഒരു ഊന്നുവടിയും അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഇത് ഈ കാലത്ത് നാം എന്തുകൊണ്ട് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ഇന്ന് മതപരമായ വേലകളും വേലയിറക്കലുകളും നടത്തുന്നത് മുഴുവനും പണത്തിൻ്റെയും ഭൗതികമായ ഉപകരണങ്ങളുടെയും പദാർത്ഥങ്ങളുടെയും പിൻബലത്തിൽ മാത്രമാണ്. നമുക്കറിയാം, KP യോഹന്നാൻ പോലും അടി പറഞ്ഞു പോയത് ഈ ഒറ്റ തത്വത്തിലാണ്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. സർഗാത്മകതയുള്ളൊരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ കരുക്കളുടെ അടിമയായി തീരേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണ്? സർഗാത്മകത എന്ന് പറഞ്ഞാൽ അല്പമായതിന് അമിതമായ വില ആർജിച്ചു കൊടുക്കുവാൻ പര്യാപ്തമാണ്. അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു കലാകാരൻ ഒരു കഷ്ണം ക്യാൻവസ് എടുത്ത് അവൻ്റെ സ്റ്റാൻഡിൽ, അവൻ്റെ ഈസിലിൽ ഫിക്സ് ചെയ്യുന്നു. അവൻ്റെ ചായവും ബ്രഷും ഉപയോഗിച്ച് അതിൽ മനോഹരമായ ചിത്രം വരയ്ക്കുന്നു. ആ കലാകാരൻ ചിത്രം വരച്ചു കഴിയുമ്പോൾ 100 രൂപ വരെയുള്ള ക്യാൻവസിൻ്റെ വില ഒരു പക്ഷേ 10 കോടിയായി മാറും. അതുകൊണ്ടൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളവും അവൻ ഉപയോഗിക്കുന്ന ക്യാൻവസ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണോ, ഇറ്റലിയിൽ ഉണ്ടാക്കിയതാണോ, ജപ്പാൻകാരുടെ തന്നതാണോ, ഇതൊന്നും പ്രശ്നമല്ല. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്താണ്? ക്യാൻവസ് അല്ല, അവൻ്റെ സർഗാത്മകതയാണ്. ഇത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള വ്യക്തിക്ക് ആത്മധൈര്യത്തോടുകൂടെ പറയാൻ കഴിയും, എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല, പക്ഷെ അത് സാരമില്ല, അതും എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ ഏറ്റവും വലിയ എംപവർമെൻറ്റ് എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല എന്നുള്ളതാണ്. കാരണം തല ചായ്ക്കാൻ ഇടമുള്ള നമ്മളെല്ലാവരും കിടന്ന് ഉറക്കം തൂങ്ങുകയാണ്, നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ ജീവിതം പാഴാക്കി കളയുകയാണ് എന്നൊരു യാഥാർത്ഥ്യത്തെ ദയവായി തിരിച്ചറിയുക. തല ചായ്ക്കാൻ ഇടമില്ലാത്തതാണ് നമുക്ക് നല്ലത്. അങ്ങനെയുള്ളവർ മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. വലിയ വലിയ സമ്പത്ത് നേടി, അല്ലെങ്കിൽ വലിയ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി, വലിയ വലിയ മണിമാടുകൾ പണിതു. അങ്ങനെയുള്ളവർ തല ചായച്ച് അങ്ങനെ കിടക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുന്നുവോ അല്ലോ മരിച്ചുപോയോ, ഈ ശവം ശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. അതുപോട്ടെ, ഞാൻ കൂടുതലായ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം, ബാഹ്യമായ ഏറ്റവും പ്രധാനമായ തത്വം ഇതാണ്. ബാഹ്യമായ ധാതുപരമായ മെറ്റീരിയലായ, അതായത് ലോകത്തിൻ്റെ സമ്പത്ത്, സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, ദ മീൻസ് ഓഫ് ലിവിങ് കംഫർട്ടബിളി, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ആശ്രയിച്ച് നിൽക്കേണ്ട ഗതികേട് സർഗാത്മകതയുള്ളവർക്കില്ല. നാളെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് പേടിക്കേണ്ട ആവശ്യം സർഗാത്മകതയുള്ളവർക്കില്ല. ഞാൻ വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് ഒരിക്കലും നാളെപ്പറ്റി ഭീതി ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പം മുതലേ എനിക്കറിയാമായിരുന്നു, എൻ്റെ ഉള്ളിൽ ദൈവം സർഗാത്മകത എന്ന് പറയുന്ന ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്.
എനിക്ക് 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സായപ്പോഴൊക്കെ ഞാൻ ആരും അറിയാതെ ഒരു ചെറിയ വീടാണ്, അതിൻ്റെ തിണ്ണയിൽ രാത്രിയിൽ ഇറങ്ങി നിന്ന് അങ്ങ് ദൂരെയുള്ള നക്ഷത്രങ്ങളെ കണ്ട് അവ എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ നക്ഷത്രങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ അർത്ഥവത്തായി ജീവിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ച ആളുകളുടെ പ്രതീകങ്ങളാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാറ്റിനുമുപരി ആ ദൂരത്തിൽ കണ്ണ് ചെമ്പുന്ന നക്ഷത്രവും എൻ്റെ ഉള്ളിലുള്ള ആത്മാവും തമ്മിലുള്ള വെളിച്ചം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും പണത്തെ പിന്തുടർന്ന് ഒന്നിലും ഒരു മേഖലയിലും പ്രവർത്തിക്കാൻ ഇടയാകാതിരുന്നത്. ആ ഒറ്റ കാര്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഞാൻ പറയുന്നു. ഇപ്പോൾ സർഗാത്മകതയുടെ ഒരു ഭാഗം ഇതാണ്: ഭൗതികമായ ധാതു പദാർത്ഥങ്ങളുടെ അടിമയായി തീരുവാൻ, അവയെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം ജീവന് മോടി പിടിപ്പിക്കുന്ന സംഭാവനകളായി പ്രദാനം ചെയ്യുവാൻ കഴിയത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്ന അത്ഭുതകരമായ ആത്മീയ മർമ്മമാണ് സർഗാത്മകത എന്ന് ഞാൻ വളരെ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ദയവായി ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾ കൂലങ്കഷമായി 1 ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, 1 വർഷമല്ല, തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അത്രമാത്രം ശ്രദ്ധയർഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വിഷയമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുവാനേ തൽക്കാലം സാവകാശമുള്ളൂ. എന്നുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ മനസ്സിലാകേണ്ടതിന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 ഉപമകളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പെട്ടെന്ന്, ഇനിയും കൂടിപ്പോയാൽ 13 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യത്തെ ഉപമയിൽ എന്താണ് കാണുന്നത്? 10 സ്ത്രീകൾ, കന്യകമാർ, 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ട്, എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം: ഉള്ളിൽ എണ്ണയില്ല, ഉള്ളിൽ എണ്ണയുണ്ട്. 5 പേർക്ക് ഉള്ളിൽ എണ്ണയുണ്ട്, 5 പേർക്കില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉള്ളിലുള്ള സമ്പത്താണ് സർഗാത്മകത. അതില്ലാത്തവർ ഈ വെളിച്ചം പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത ഉണക്ക വിളക്കും കൊണ്ട് നടക്കും. അത് അവരുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സർഗാത്മകത എല്ലാവർക്കും ദൈവം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. കാരണം നമ്മെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സർഗാത്മകതയുടെ ഉറവിടമാണ്. ദൈവം ജീവൻ്റെ ഉറവിടമാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ വ്യക്തമായി നാം ധരിക്കേണ്ടത് ദൈവം സർഗാത്മകതയുടെ ഉറവിടമാണ്. ഗോഡ് ഈസ് എ ക്രിയേറ്റർ. ക്രിയേറ്റിവിറ്റി ഈസ് ദി ഹോൾമാർക്ക് ഓഫ് ദ ക്രിയേറ്റർ. ആ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് എല്ലാവർക്കും ഈ സർഗാത്മകതയുടെ അംശമുണ്ട്. പക്ഷേ ചില ആളുകൾ അത് അപൂർവം ചില ആളുകൾ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു, അതിനുതകുന്ന ജീവിത അച്ചടക്കം പാലിക്കുന്നു. മറ്റ് ഭൂരിപക്ഷം ആളുകളും അതിനെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ മായകൾക്ക് പുറകെ, മരീചികൾക്ക് പുറകെ ഓടി അവരുടെ ജീവിതത്തെ പാഴാക്കി കളയുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ സർഗാത്മകത എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ മാത്രമല്ല, പാട്ടുകാരൻ മാത്രമല്ല, നൃത്തം ചെയ്യുന്നവൻ മാത്രമല്ല സർഗാത്മകതയുള്ളവൻ. ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും സർഗാത്മകത പ്രയോഗിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മെ എവിടെയാക്കി വച്ചിരിക്കുന്നുവോ അവിടെയൊക്കെയും മറഞ്ഞിരിക്കുന്ന നല്ല സാധ്യതകളെ കണ്ട് അവയെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന്, അവയ്ക്ക് മജ്ജയും മാംസവും നൽകുന്നതിന് നാം വേറിട്ട വിധത്തിൽ ഈ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെയല്ല, ഈ ലോകത്തിൻ്റെ വഴികളിൽ കൂടെയല്ല, സ്വർഗീയമായ പരിജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന നിയോഗവും നിർദ്ദേശവും അനുസരിച്ച് നാം ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെയും സംഭവിക്കുന്ന രൂപാന്തരങ്ങളുണ്ട്. അതൊക്കെയും സർഗാത്മകതയാണ്. നാം ആരോടെങ്കിലും ഇടപെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരിക എന്നത് സർഗാത്മകതയാണ്. അത് ഏറ്റവും വിലയേറിയ സർഗാത്മകതയാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സർഗാത്മകത അവനോട് സമ്പർക്കം പാലിച്ച ഏവരും, ബഹുഭൂരിപക്ഷം, 1-2 പേരൊഴിച്ചാൽ അവരാരൊക്കെയാണെന്ന് നമുക്കറിയാം.
അവിടെയൊക്കെയും ജീവിതം രൂപാന്തരപ്പെട്ടു. അതാണ് സർഗാത്മകത, ഏറ്റവും മഹനീയമായ സർഗാത്മകത. ഒരു 10,000 പുസ്തകം എഴുതുന്നതിനേക്കാൾ വിലയേറിയ സർഗാത്മകത അതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ നാം ആരോടെങ്കിലും ഇടപെട്ടാൽ അവരോടുള്ള ബന്ധത്തിൽ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉറഞ്ഞു കിടക്കുന്ന തണുത്ത് വിറങ്ങലിച്ച് ഫ്രീസ് ചെയ്തിരിക്കുന്ന നല്ല സാധ്യതകൾ ഉണർത്തിയെടുക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയുമോ? ഞാൻ ഒരു അവകാശവാദം നടത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞത് പക്ഷം ഒരു 10-12 പേരുടെ അനുഭവത്തിലെങ്കിലും അവരുടെ ഉള്ളിലുള്ള മറഞ്ഞു കിടക്കുന്ന കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ എഴുത്ത്, ആ ഒരു മേഖലയാണ് ഞാൻ പ്രവർത്തിച്ചത്. അവരുടെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ, ഒരു എഴുത്തുകാരി മറഞ്ഞിരിപ്പുണ്ട്. അതിനെ ജീവിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവരൊക്കെയും എഴുത്തുകാരായി മാറിയിട്ടുണ്ട്. ഇന്നും ഞാനങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് നാം ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയൊക്കെയും സർഗാത്മകതയ്ക്ക് സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. മറ്റൊന്നുമില്ലെങ്കിലും, ഭൗതികമായ ഒരു ഉപാധിയില്ലെങ്കിലും സർഗാത്മകതയുണ്ടെങ്കിൽ എല്ലാമായി എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. നമുക്ക് സമയം കൈവിട്ടു പോകുന്നു. നമുക്ക് ഈ 3 ഉപമയിലേക്ക് നോക്കാം. ഈ 3 പേരുടെ, ഈ 10 പേരുടെ ഇടയിൽ 5 പേരിൽ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഉള്ളിൽ ഉള്ളതിനെ അവർ വിലമതിച്ചു. ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ വെളിയിൽ മറ്റുള്ളവർ കാണുന്നതിനെ, ഇപ്പോൾ കയ്യിലൊരു വിളക്കുണ്ട്, വിളക്കം എനിക്ക് വെച്ചാൽ മതി, ഉള്ളിൽ എണ്ണയുണ്ട് എന്നാരും ശ്രദ്ധിക്കുകയില്ല, അത് പിടിച്ചുകൊണ്ട് നിന്നാൽ മതി. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാം ശരിയാണ്, ആന്തരികമായി പൊള്ളയാണ്. ഈ അവസ്ഥയിൽ നാം ആണോ അല്ലയോ? ആണെങ്കിൽ, അതായത് ബുദ്ധിശൂന്യരായ ഈ 5 കന്യകമാരെ പോലെ നാം ആണെങ്കിൽ സർഗാത്മകതയും നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സർഗാത്മകതയുള്ള ആളുകൾ ഉള്ളിലുണ്ടാകേണ്ട സമ്പത്തിനെ എല്ലാറ്റിനും അധികമായി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു, മറ്റെല്ലാറ്റിനെയും ഉപേക്ഷിച്ച് അതിനുവേണ്ടി പ്രയാണം ചെയ്യുന്നു, ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു, അതിനുവേണ്ടി എന്തു വില കൊടുക്കാനും തയ്യാറാകുന്നു, മറ്റെല്ലാം അതിനുവേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സമ്പത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചമായി യേശു അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രത്യേകതകൾ, ദൈവികമായ അറിവുകൾ, താല്പര്യങ്ങൾ, അഭിരുചികൾ, ലക്ഷ്യങ്ങൾ, ഇവ വർദ്ധിച്ച് വളർന്നു വന്നതിൻ്റെ പൂർണ്ണതയിലാകുമ്പോൾ അത് വെളിച്ചമായി രൂപാന്തരപ്പെട്ടത് ലോകത്തിന് മറ്റൊരു വിധത്തിലും പ്രാപിക്കാൻ കഴിയാത്ത വെളിച്ചമായി നിങ്ങളുടെ വ്യക്തിത്വം രൂപാന്തരപ്പെടും എന്നതാണ് എൻ്റെ അർത്ഥം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി 2ാമത്തെ ഉപമയിലോട്ട് വരുമ്പോൾ, ഇത് 1ാമത്തെ ഉപമ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ 2ാമത്തെ ഉപമയിലേക്ക് നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ ഉള്ളിൽ വെളിച്ചമുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? അവരെ എന്ത് ഏൽപ്പിച്ചാലും അവർ അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ആവേശത്തോടെ അധ്വാനിച്ച് അത് വിപുലീകരിക്കും. ഇവിടെ 3 വേലക്കാരെ ചിത്രീകരിക്കുന്നുണ്ടല്ലോ. നല്ലവരും വിശ്വസ്തരുമായ 2 പേർ, ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്. എന്നാൽ അനീതി മാത്രം അറിയാവുന്ന ഈവിൾ ഡുവർ എന്ന് പറയും, ആ ഒരു ഭൃത്യൻ, അവൻ 1 താലന്ത് കിട്ടി. അവൻ കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടു. ഇത് സർഗാത്മകതയില്ലാത്ത ആളുകൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ വ്യക്തിത്വത്തെ കുഴിച്ചിട്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം അവരുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ശവക്കുഴിയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളൽപ്പം ധ്യാനിച്ചാൽ മനസ്സിലാകും. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നാം നിരന്തരം ദൈവികമായ വെളിച്ചത്തിൽ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ എനിക്ക് തന്നെ ശവക്കുഴി തോണ്ടുകയാണോ? എന്നാൽ മറ്റ് 2 പേർ, നല്ലവരും വിശ്വസ്തരുമായ ദാസർ, അവരെന്താണ് ചെയ്തത്? അവർക്ക് ലഭിച്ചതിൻ്റെ ആക്കവും തൂക്കവും വലിപ്പവും ചെറുപ്പവും ഒന്നും അവർ നോക്കിയില്ല. ഇപ്പോൾ ഒരുത്തന് 5 താലന്ത് കൊടുത്തു, എനിക്കെന്താ 2 തന്നുള്ളൂ, എന്നാൽ എന്നോടെന്താ, നിനക്കെന്താ ഇത്ര ചുരുക്കമെന്ന് ചോദിച്ച്
രണ്ടാമത്തെ ഭൃത്യൻ അവിടെ ഇരുന്ന് എന്താ പറയുക, മലയാളി ചെയ്യുന്നത് പോലെ കുടി പിടിച്ച് അവിടെ ഇരുന്നില്ല. അവൻ ഉടനെ പോയി അധ്വാനിച്ചു. അതാണ് സർഗാത്മകത. ഈ സർഗാത്മകതയുടെ മറ്റൊരു വലിയ സന്തോഷം, ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ത് കിട്ടി എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കിട്ടിയത് കൊണ്ട് നാം എന്ത് ചെയ്തു. നമുക്ക് ഒരു താലന്തിന് 1000-1 കിട്ടിയുള്ളൂ എങ്കിലും അത് ആവേശത്തോടുകൂടെ പ്രയോഗിച്ചാൽ അത് വർദ്ധിച്ച് യേശുവിൻ്റെ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകമായ കടുകുമണി വീണ് മുളച്ച് ഭൂമിയുടെ അറുതി വരെയും അതിൻ്റെ ശിഖരങ്ങൾ അയക്കുവാൻ പ്രാപ്തിയുള്ളൊരു വൃക്ഷമായി കാവ്യാത്മകമായ സംസാരമാണ്. വളരുന്നത് പോലെ തുച്ഛമായ കാര്യം നിൻ്റെ കയ്യിൽ കിട്ടിയാൽ നീ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ഏഷ്യയിൽ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്, യാതൊരു സംശയവുമില്ല. ആ സ്ഥാപനത്തെ അടുത്തറിയുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇതിൻ്റെ ആവിർഭാവം എന്താണ്? ഒരു കടുകുമണിയാണ്. ഐഡ സോഫിയാസ് കടർ എന്ന് പറയുന്ന അന്ന് കേവലം 17 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു അമേരിക്കൻ വനിത ടിൻഡിവനം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടുത്തെ ആളുകളുടെ ദുരവസ്ഥ കണ്ട്, വൈദ്യസഹായമില്ലാതെ യുവതികളായ സ്ത്രീകൾ പ്രസവത്തോടെ മരിച്ച് ഈച്ച ചത്ത് വീഴുന്നത് പോലെ കണ്ട് കരളലിഞ്ഞ് അവർ പോയി കൊർണേൽ യൂണിവേഴ്സിറ്റിയിൽ പോയി MBBS എടുത്തുകൊണ്ട് വന്ന് അവരുടെ ഇടയിൽ ഒരു ദൗത്യം ആരംഭിക്കുകയാണ്. അവരുടെ കയ്യിൽ ആകെപ്പാടെ ഒരു കാളവണ്ടിയും ഒരു ചിമ്മിനി റാന്തവിളക്കുമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് വീണ് മുളച്ച് വളർന്ന് ഇന്ന് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഏതാണ്ട് 1000-ൽ പരം ഏക്കർ ഭൂമിയിൽ വികസിച്ച് നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. യേശുവിൻ്റെ ഉപമ 100% ഐതിഹാസികവും ആക്ഷരികവുമായ ശരിയാണ്. സ്വർഗരാജ്യം ഒരു കടുകുമണിക്ക് സദൃശം. ഇതുണ്ടാകണമെങ്കിൽ ആത്മീയതയുടെ സർഗാത്മകതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് എന്തുകൊണ്ടാണ് ക്രിസ്തീയമായ പ്രവർത്തന മേഖലകളിൽ സർഗാത്മകതയ്ക്ക് അല്പം പോലും മാർജിനില്ലാത്തതെന്ന് ചോദിച്ചാൽ, എന്തു പറഞ്ഞാലും പണം. ബാഹ്യമായ ഈ ഒരു ധാതു പദാർത്ഥത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും ആന്തരികമായ വെളിച്ചമായ ഈ സർഗാത്മകത എന്താണെന്ന് അറിയുവാനോ അനുഭവിപ്പാനോ അത് പ്രയോഗിക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് നാം കൂടുതലായി നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളിൽ, നമുക്ക് ബാഹ്യമായ കാര്യങ്ങളിൽ ധനം, സമ്പത്ത്, രാഷ്ട്രീയമായ സ്വാധീനം, മറ്റും ഞാൻ എൻ്റെ ലിസ്റ്റ് അവതരിപ്പിക്കേണ്ട, അതിലാശ്രയിക്കും തോറും നമ്മുടെ ഉള്ളിലെ ഈ വിളക്കിലെ എണ്ണ വറ്റിപ്പോയി അവസാനം ആ വിളക്ക് മാത്രം അവശേഷിക്കും. അതിൽ നിന്ന് ഒരു വെളിച്ചം അല്പം പോലും പുറപ്പെടുകയില്ല. അത് മാത്രമല്ല, അതിനുശേഷം ആ വിളക്ക് അന്ധകാരത്തിൻ്റെ വിളക്കായി അധപ്പതിച്ചു പോകും. ഇത് നമ്മുടെ ഇടയിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാപമാണെങ്കിലും അത് എന്താണെന്നോ എന്തുകൊണ്ടാണെന്നോ തിരിച്ചറിയുവാൻ പലരും കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരമുള്ളൊരു യൂട്യൂബ് ചാനലിൽ കൂടെ പല കാര്യങ്ങളും വ്യക്തതയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം നാം ഒരുമിച്ച് ആത്മീയമായി തോളോട് ചേർന്ന് യാത്ര ചെയ്യുന്നത്, സഹയാത്രികരായി തുടരുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് നൽകപ്പെടുന്ന സാഹചര്യങ്ങൾ, താലന്തുകൾ, അവസരങ്ങൾ, ഇവ നാം എപ്രകാരം ഉപയോഗിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് നമ്മുടെ വ്യക്തിത്വമാകുന്ന വിളക്കിൽ എണ്ണയുണ്ടോ ഇല്ലയോ എന്നത് ആശ്രയിച്ചാണ്. എന്താണ് എണ്ണ? സാധ്യതകളെ കാണാനുള്ള കണ്ണാണ്, ആ കഴിവാണ് എണ്ണ. ഇപ്പം നിങ്ങൾ അന്ധകാരമുള്ളൊരു മുറിയിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു വിളക്കുണ്ട്, സ്വർണം കൊണ്ടുണ്ടാക്കിയ വിളക്കുണ്ട്, സ്വർണം കൊണ്ടുള്ള കുരിശ് പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ, സ്വർണം കൊണ്ടുള്ള വിളക്ക്. പക്ഷേ അതിനകത്ത് എണ്ണയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും കാണാൻ സാധ്യമല്ല. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ കാണാനുള്ള കഴിവ്, ആത്മീകമായി പറയുമ്പോൾ മറഞ്ഞിരിക്കുന്നത് കാണാനുള്ള കഴിവാണ് എണ്ണ. ആ കഴിവ് ഈ നല്ലവരും വിശ്വസ്തരുമായ 2 ദാസന്മാർക്ക് ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് അവർക്ക് ലഭിച്ച 5 താലന്തുകളും 2 താലന്തുകളും മാത്രമല്ല കണ്ടത്, ഈ 5 താലന്തിൽ കൂടെ പ്രാപിക്കാവുന്ന 5 താലന്തുകളും 2 താലന്തിൽ കൂടെ പ്രാപിക്കാവുന്ന 2 താലന്തുകളും അവർ കണ്ടു. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അതിൻ്റെ പേരാണ് സർഗാത്മകത. അതില്ലാത്തവൻ ഉള്ളത് കൊണ്ട് കുഴിച്ചിടും. പ്രിയമുള്ളവരെ, നാം വളരെ ഭയത്തോടും വിറയലോടും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തിത്വത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന ഇടിവാണ്, ജീർണതയാണ്,
ശവം എപ്രകാരം പുഴുകിപ്പോകുന്നു അപ്രകാരം നാം ആയിപ്പോവുകയാണ്. എന്നാൽ അതിൽ അഭിമാനം കണ്ടെത്തിയാൽ നാം എന്തു ചെയ്യും? നമ്മുടെ അവസ്ഥയിലുള്ള ജീർണതയെ, അതിൽ അടങ്ങിയിരിക്കുന്ന നാറ്റത്തെ, നമ്മുടെ അധപ്പതനത്തെ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കുന്നില്ലെങ്കിൽ ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് സർഗാത്മകതയിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു വിഷയം ഒരു യാഥാർത്ഥ്യബോധമാണ്. സത്യസന്ധത. നമ്മെപ്പറ്റിയും നാം ആയിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റിയും നമ്മുടെ സാധ്യതകളെപ്പറ്റിയും ഈ സാധ്യതകളെ നമുക്ക് പ്രദാനം ചെയ്ത അല്ലെങ്കിൽ ദാനം ചെയ്ത ദൈവത്തെപ്പറ്റിയും അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ദൈവിക ഉദ്ദേശത്തെപ്പറ്റിയുമുള്ള സത്യസന്ധതയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും സർഗാത്മകത ഒരു കഴിവായി ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ അത് അല്പം പോലും പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. സമയത്തിൻ്റെ പരിധി വളരെയധികമാണ്. ഞാൻ അടുത്ത ഉപമയിലേക്ക് കടക്കട്ടെ. ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമ. അപ്പോൾ ആദ്യം നാം കണ്ടു, വിളക്കിനകത്ത് എണ്ണയുണ്ടാകണം. അങ്ങനെ എണ്ണയുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, താലന്തുകൾ, അത് വേണ്ടതുപോലെ ഉപയോഗിക്കത്തക്ക സാധ്യതകൾ നാം കണ്ടെത്തും. ആ സാധ്യതകൾ കണ്ടെത്തി നാം പ്രവർത്തിക്കുമ്പോൾ നാം വളരും, അനുഗ്രഹം പ്രാപിക്കും. മൂന്നാമത്തെ ഉപമയിൽ എന്താണ് കാണുന്നത്? ഞാൻ വിശന്നിരുന്ന് നിങ്ങൾക്ക് ആഹാരം തന്നു, ദാഹിച്ചിരുന്നാൽ കുടിക്കാൻ തന്നു, നഗ്നനായിരുന്നാൽ ഉടുക്കാൻ തന്നു. മറ്റവരോട് പറയുന്നു, ഞാൻ വിശന്നിരുന്ന് നിങ്ങൾ എനിക്കൊന്നും തന്നില്ല, ഞാൻ ദാഹിച്ച് നിങ്ങൾക്ക് എനിക്ക് കുടിക്കാൻ തന്നില്ല, നഗ്നനായ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. നിൻ്റെ കയ്യിൽ അനുഗ്രഹമുണ്ടായിട്ട് സഹജീവികളുടെ ആവശ്യത്തിൽ നീ സഹകരിച്ചില്ല. അത് സർഗാത്മകതയുടെ മരണമാണ്. അപ്പോൾ സർഗാത്മകതയുടെ പ്രവർത്തനശേഷി എന്താണ്? കൊടുക്കുക എന്നതിൻ്റെ ആവേശമാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുകയാണ്. സർഗാത്മകതയുടെ ആധികാരികമായ ആവേശം എന്താണ്? കൊടുക്കുക, ദാനം ചെയ്യുക, എല്ലാറ്റിനെയും മെച്ചമാക്കുക, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായ ആവേശത്തോടുകൂടെ എരിവോടെ ആഗ്രഹിക്കുകയും മറ്റെല്ലാറ്റിനെയും മറന്ന് അതിനുവേണ്ടി മാത്രം ജീവിക്കുകയും പ്രവർത്തിക്കുകയും, വേണ്ടി വന്നാൽ അതിന് മറുവിലയായി സ്വന്തം ജീവനെ നൽകുകയും ചെയ്യും. അതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം. അതുകൊണ്ടാണ് സർഗാത്മകതയുടെ അതുല്യമായ ഒരു പ്രതിഭാസമായി ഞാൻ യേശുവിനെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിനു പകരം, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ അവർക്ക് ദാനമായി നൽകിക്കൊണ്ടേയിരിക്കുന്ന സർഗാത്മകതയുടെ സന്തോഷത്തിന് പകരം ആരെ കണ്ടാലും അവൻ്റെ പോക്കറ്റിൽ എങ്ങനെ കൈയിടാം, ഏത് വിധത്തിൽ സഹവിശ്വാസികളെ കളിപ്പിച്ച് അവൻ്റെ സ്വത്തിൻ്റെ കൈക്കലാക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവവേല എന്ന് പറഞ്ഞ് ആളുകളെ പ്രകാരം പിഴിഞ്ഞ് എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്ന തെണ്ടൽ മാത്രം അറിയാവുന്ന ആളുകൾ എങ്ങനെയാണ് ഈ സർഗാത്മകതയെ മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, തെണ്ടലും സർഗാത്മകതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഉണ്ടാകുവാൻ സാധ്യതയില്ല. നിങ്ങളുടെ ധനമോഹത്തിന് അതീതമായി നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ സർഗാത്മകത വിദൂരമായി നിന്ന് പോലും അറിയുന്നവരല്ല. സർഗാത്മകത ഒരു വിടുതലാണ്. എന്താണ് ഈ വിടുതൽ? ഭൗതികമായ ഈ ദാഹമില്ലേ? ശമരിക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും ദാഹിക്കും. അങ്ങനെ ഈ വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ദാഹം വർദ്ധിക്കുകയും ദാഹിച്ച് കുടിക്കും തോറും അവൻ മരിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് എന്ന ആത്മീയമായ ദൃഷ്ടിയിൽ പ്രസ്താവിക്കപ്പെടുന്നു. സർഗാത്മകത ജീവൻ്റെ മാർഗമാണ്. അതിൽ സഞ്ചരിക്കുവാൻ താല്പര്യമുള്ളവർ നന്നേ കുറവാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. സർഗാത്മകതയുടെ വഴി ഇടുങ്ങിയ വഴിയാണ്. സർഗാത്മകതയുടെ വാതിൽ ഇടുങ്ങിയ വാതിലാണ്. അതിൽ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നറിയുന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നില്ല. കാരണം എൻ്റെ ധാരണയിൽ ഈ വിഷയത്തെപ്പറ്റി പൊതുവായ അവജ്ഞയാണ്, പ്രത്യേകിച്ച് സഭകളുടെ മാത്രം താരിപ്പിൽ വളർന്നു വന്നിട്ടുള്ള ക്രിസ്ത്യാനിക്ക്. സഭയുടെ ആചാരങ്ങൾ മാത്രമാണ് മനുഷ്യ ആത്മീയ ജീവിതത്തിൻ്റെ ആകത്തുകയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് സർഗാത്മകത എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. യാതൊരു വിലയും കൽപ്പിക്കുന്നത് മാത്രമല്ല, അതൊരു വിഷമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ആശയങ്ങളെ വെറുക്കുകയും ഉപേക്ഷിക്കുകയും
ഈ ആശയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ പഴിക്കുകയും കഴിയുമെങ്കിൽ വധിക്കുകയും ചെയ്യും എന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഈ അത്ഭുതകരമായ വിഷയത്തെപ്പറ്റി അടിസ്ഥാനപരമായ ജ്ഞാനം പ്രാപിപ്പാൻ താല്പര്യമുണ്ടത് എന്നോർത്ത് ഞാൻ നിറഞ്ഞൊഴുകുന്ന ഹൃദയത്തോടെ ആത്മാർത്ഥമായ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സംബന്ധമായ തുറന്നുള്ള അറിവുകൾ അടുത്ത വീഡിയോകളിൽ ഏവരുമായി പങ്കിടുന്നതാണ്. കഴിയുമെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഇത് സംബന്ധമായ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് അവരെയും ഇപ്രകാരം ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുക. ചുമതല ദൈവം നമുക്ക് നൽകുന്നത് മറ്റുള്ളവരിലേക്ക് പകരുവാനാണ് എന്നതാണ് ആത്മീയതയുടെ ആദ്യ പാഠം. ചുമതലയില്ലാത്തൊരു ആത്മീയ ജീവിതമില്ല. നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമായി തീരട്ടെ എന്ന നിസ്വാർത്ഥമായ താല്പര്യത്തിൽ കൈമാറ്റം ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്മീയമായി കാര്യവിചാരകത്വം നടത്തുവാൻ പക്വത പ്രാപിച്ചവർ. നിങ്ങൾക്ക് അപ്രകാരമുള്ള പക്വതയുണ്ട് എന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലും ആശ്വാസത്തിലുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ കാലത്ത് പ്രതിപാദിക്കപ്പെടാതെ തള്ളി ഉപേക്ഷിച്ച് വച്ചിരിക്കുന്നതാകൊണ്ട് ഇത് മനുഷ്യത്വത്തിൻ്റെ അടിത്തറ സ്പർശിക്കുന്ന ആശയങ്ങളാകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് ഒരു ചുമതലയുണ്ട്. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങളും സമയവും നിങ്ങളെ അനുവദിക്കുന്ന വിധത്തിൽ ഈ ചുമതല നിങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് കർത്തൃനാമത്തിൽ ആത്മാർത്ഥമായ സവിനയം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇത് സംബന്ധമായ തുടർന്നുള്ള ചിന്തകളെ അവരുമായി പങ്കിടുന്നതായിരിക്കും. ഏവർക്കും നമസ്കാരം.